ഓണം എന്ന ഒരുമയുടെ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ടീം പൂവിളിയുടെ സ്വാഗതം. അത്തം പത്തിനു തിരുവോണം മുറ്റം ചെത്തിയൊരുക്കേണം. പത്തായത്തിലെ പുന്നല്ല് ചിത്തിര നാളിലെടുക്കേണം. ചോതി പുഴുങ്ങി വിശാഖമുണക്കി അനിഴം നാളിൽ കുത്തേണം. കേട്ടയ്ക്കല്ലോ നെട്ടോട്ടം കണ്ടത് കടിയതു വാങ്ങേണം. മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ടു നിറക്കേണം. പൂരാടത്തിൻ പൊടിപൂരം ഇടിപൊടി താളത്തുടിമേളം. ഇഞ്ചിയും അച്ചാർ 5 വിധം പൂരാടത്തിനൊരുക്കേണം. ഒന്നാമോണം അതുത്രാടം ഉച്ച തിരിഞ്ഞാൽ വെപ്രാളം. വെപ്രാളത്തിലിരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം. ഒരു സ്കിറ്റോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ ഓണപരിപാടികൾ ആരംഭിക്കട്ടെ. സ്കിറ്റ് പഴമൊഴി. കഥ ജയൻ ചേലക്കര. അണിയറയിൽ സുധാ രാധാകൃഷ്ണൻ, ജയൻ ചേലക്കര, സുജാ ദിലീപ്. ചിലപ്പോ ജയനായിരിക്കും. നാളെ ഓണമല്ലേ, അവൻ നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇല്ലേ, പച്ചക്കറി ഒന്നും കിട്ടിയില്ലേ? മേടിച്ചില്ല. എന്താ വെള്ളം? കുറച്ച് ചായ ഇടട്ടെ? സുജേ, ആരാ മോളെ കോളിംഗ് ബെല്ലടിച്ചത്? ജയനായിരുന്നോ? ആ, നാളെ ഓണമല്ലേ. നാളെ അല്ലേ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം പറഞ്ഞത്? എന്റെ മരുന്ന് കാണിച്ചാൽ അതും കഴിഞ്ഞു. ശിവ ശിവ കൃഷ്ണ നാരായണ. ആ, നീ വന്നോ ജയ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? കേട്ടില്ലേ അമ്മ ചോദിച്ചത്? ആശ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കണു. ഒന്നിനും ഈ കുട്ടികൾക്കൊരു ഉത്സാഹമില്ല. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും നോക്കിയിരിക്കും. കുട്ടികൾ കൈകാലുള്ളപ്പോ നന്നായിരുന്നു. എന്താ വിഷമെന്ന് വെച്ചാ പറയ് ചെയ്യാ. പറഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്? അമ്മ ചോദിച്ചതൊന്നും കേട്ടില്ലേ? എന്താ ഇത്ര ആലോചന? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? നാളെ ഓണമല്ലേ, സാധനം ഒന്നും മേടിച്ചിട്ടുമില്ല. ഞാനിപ്പോ അതന്നെ ആലോചിച്ചിരിക്കുന്നു. ഇന്ന് ഓഫീസിൽ ചെന്നപ്പോ അവിടെ കുറച്ച് സംഭവവാസങ്ങൾ ഉണ്ടായി. ഇതുവരെ സാധനമൊന്നും വന്നിട്ടില്ല. പൈസയുടെ കാര്യമൊന്നും ശരിയായിട്ടില്ല. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതപ്പോ നന്നായി. മോനെ ജയ, കാണം വിറ്റു ഓണം ഉണ്ണണം എന്നല്ലേ പഴമൊഴി? നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ലിസ്റ്റിൽ എന്തൊക്കെയായിരുന്നു? ഓണസദ്യ, പാട്ട്, മേളം, തിരുവാതിര, പൂക്കളം. അതാ അവൻ ആ ദേഷ്യം മുഴുവൻ ആ ഗ്ലാസ് തീർത്തു. കാണം വിറ്റ് ഓണം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ സുജയ നീയെ? അതല്ലേ പഴമൊഴി? എന്ത് പഴമൊഴി അമ്മ?
സ്ഥലത്തേക്ക് പോയ കണ്ടില്ലേ? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവര് ദേഷ്യം വരുന്നത്. പിന്നെ അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുമോനെ പോലത്തെ കുറച്ച് കൂടുതലാ. ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, മനസ്സിലായോ? അവൻ എനിക്ക് വരുമാനമൊന്നും അല്ല, അയാൾ എനിക്ക് ഇതിന്റെ സ്വന്തം മകൻ പോലെ തന്നെയാണ്. ഒന്നുമില്ല മോനെ ജയ, ഒരു പ്രശ്നവുമില്ല. ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഓരോ ചിന്തകള് അത്ര തന്നെ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി അമ്മ ഒന്നിനും വരുന്നില്ല മക്കളെ. എല്ലാം ശരിയാവും, ഇതിന് മാത്രം പ്രശ്നമൊന്നുമില്ലല്ലോ. മോളെ സുജേ, എന്താ അമ്മേ? നീ ഇങ്ങോട്ട് വാ, അമ്മ ഒരു കാര്യം പറയട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടി? പണ്ട് കേട്ടോ, നമ്മുടെ വിലാസിനില്ലേ, അതെ ജയന്റെ അമ്മേ, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കാൻ വന്നില്ലേ വാടകയ്ക്ക്? ഇതേമാതിരി ഒരു ഓണക്കാലത്താണ് വന്നത്. അന്ന് അവന് എനിക്ക് തോന്നുന്നു ഒരു 8ഓ 9ഓ മറ്റേ പഠിക്കുകയാണ് അവൻ. നല്ല 10ലാ. ആ, അവൾക്കതിപ്പോ നല്ല ഓർമ്മയാണ്. ആ 10എങ്കിൽ 10. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ കളിക്കൂട്ടുകാരായിരുന്നുവല്ലോ. അന്ന് അവൻ നല്ല വികൃതിയായിരുന്നു അല്ലേ ജയ? അന്ന് അവൻ എന്താ ചെയ്യാറിയോ? വാഴയുടെ ഇല അതിൽ പൊതിഞ്ഞിട്ട് നിറയെ പൂക്കൾ വെച്ചിട്ട് നമ്മുടെ വേരുടെ ഉള്ളിൽ കൊണ്ട് വെക്കും. എന്തിനെ? നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. ആ കാലമല്ല അമ്മ ഓർത്തുപോയി. പിന്നെ ഈ ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ഈ ചേനക്കാര്യം. ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഞാൻ ഇനി ഒന്നും മിണ്ടാൻ വരുന്നില്ല. നിങ്ങൾ എന്താ വെച്ചാ ചെയ്തു. അതെ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? എനിക്കൊരു സമ്മാനം തന്ന ഓർമ്മയുണ്ടോ? എന്ത് സമ്മാനം? പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഡിഗ്രി കൊടുക്കും. ആ, ഞാൻ തോറ്റില്ലേ? അപ്പൊ ഇനിയെങ്കിലും ഒന്ന് ജയിക്കണേന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തരി പൊന്നു മേടിച്ചു തന്നത്. അതിപ്പോ ഉണ്ടല്ലോ എന്റെ കയ്യില്. അത് ഉപയോഗിച്ചൂടെ? നാളെ അവര് ഗസ്റ്റ് ഒക്കെ വരുമ്പം സാധനങ്ങൾ മേടിക്കണ്ടേ? പച്ചക്കറി മേടിക്കണം, പൂക്കള് മേടിക്കണം, എല്ലാം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവട്ടെ? ശരിയാവും. അത് ഞാൻ എന്റെ ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ വാങ്ങിച്ചതാണ്, ആദ്യമായിട്ട് തന്നതാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കാലം പൊന്നുപോലെ സൂക്ഷിച്ചു. ഇപ്പൊ ഒരു അത്യാവശ്യം വരുമ്പോ പണയം വെക്കാൻ തരുന്നല്ലേ? ശരിയാവില്ല സുജാതൊന്നും. അമ്മ ഒന്ന് പറയൂ. മേടിച്ചോ ജയ? എന്താ അമ്മയെ പറയണത്? ഇത്രയും കാലം ഞാനത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ സുജയും അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല ജയ. നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും വരുന്നവരെയൊക്കെ അറിയിക്കണമെന്നുണ്ടോ? സുജയ്, നിന്റെ തീരുമാനം നന്നായിട്ടുണ്ട് മോളെ. നീ കൊടുക്കാവേ അതങ്ങട്. മേടിക്കൂ. വിറ്റേക്കല്ലേ? പണയം വെച്ചിട്ട് പിന്നെ എടുത്തു തന്നാൽ മതി. നിങ്ങൾ രണ്ടാളും തമ്മിൽ ഇങ്ങനെ തർക്കിച്ചിരുന്നാൽ എങ്ങനെയാ? കൊടുക്കും മോളെ അതങ്ങട്. മേടിച്ചോ ജയ? മേടിക്കും. ആ, മേടിച്ചോളൂ കുട്ടിയെ, മേടിക്കൂ. ഇത്രയും കാലം നമ്മൾ നന്നായിട്ട് ജീവിച്ചില്ലേ, അതുപോലെയാണ് കഴിഞ്ഞു പോകും. ആ, ഇപ്പോഴും ഒരു മോശമില്ല ആ കാലത്തിന്. കൊടുക്കും മോളെ സുജയ്. ഇതിനാണ് പറയുന്നത് ഉത്രാടപ്പാച്ചിലെന്ന്. അപ്പൊ അത് അനുഭവത്തിലായി. അങ്ങനെ അനുഭവത്തിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, പഠിക്കുകയും ഒക്കെ ചെയ്യാം. മനസ്സിലായോ? സുജയുടെ വിഷമം കണ്ടില്ലേ അമ്മേ? അതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ട്. അവൾക്കും ഒരു വിഷമമില്ല, അപ്പൊ നമുക്ക് തോന്നുന്നതാണ്. എന്താ ചെയ്യ, എന്റെ ഒരു വിധി. അമ്മ ഒരു പണി ചെയ്യും, സഞ്ചി തരും, ഞാൻ എന്തേലൊക്കെ വാങ്ങിക്കാം. ഓ ശരി. സുജയ്, മഴയ്ക്ക് മുന്നേ സാധനം മേടിച്ചിട്ട് വരൂ. നല്ല മഴ വരുന്നുണ്ട്. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അല്ല ജയ, നീ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോ ഈ സഞ്ചിയൊന്നും എടുക്കാതെയാണ് പോണത്? ഓ, ഞാനത് മറന്നു, എല്ലാം ആലോചിച്ചു വന്നു. എന്താ പറയാ? അല്ലെങ്കിൽ കുട്ടി നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് മറവി കൂടുതലുണ്ട് കേട്ടോ. എന്താ ചെയ്യാ അമ്മേ, അങ്ങനെ ആയി പോയിപ്പോ. അമ്മയുടെ മരുന്ന് മേടിക്കാൻ മറക്കണ്ട നീയേ. ഞാൻ മറക്കില്ല, അവിടെ ഇരുന്നോളൂ. ഓ ശരി ശരി. തടഞ്ഞു വീഴണ്ട, അല്ലെങ്കിൽ മരുന്നിന്റെ എണ്ണം കൂടും ഇനിയിപ്പോ. ഓ, എങ്ങനെ ജീവിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു ഭഗവാനെ. എല്ലാം തലയിലെഴുത്ത്. ഓ കൃഷ്ണ, ഈ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ മക്കളെ നല്ലോണം നോക്കണേ ഭഗവാനെ. നല്ലത് വരുത്തണേ ഞങ്ങൾക്ക്. സുജേ, മോളെ സുജേ, എന്താ അമ്മേ? നീ എപ്പോഴും അതിന്റെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നോക്കാമ്മേ. നീ എന്താ അവനെ യാത്ര അയക്കാൻ വരാന്ന് സുജേ?
ഏ എന്താ നോക്ക് നീ ഇങ്ങോട്ട്, അമ്മയെ നോക്ക്. എന്തമ്മേ? നോക്ക്, നീയെ മനസ്സിലാക്കിയ മാതിരി പിന്നെ ആരാ അവനെ മനസ്സിലാക്കാനുള്ളത്? അതുകൊണ്ടല്ലേ ഞാനിപ്പോ കൊടുത്തത്, വള കൊടുത്തത്. ആ അത് അമ്മയ്ക്ക് അറിയാം, അമ്മയുടെ കുട്ടി നല്ലതേ ചെയ്യുള്ളൂ എന്നറിയാം. നോക്ക്, അമ്മ പറയുന്നത് കേക്ക്. അടുത്ത കൊല്ലം തിരുവോണം ആവുമ്പോഴത്തേക്കും അവൻ ഈ വള എടുത്തിട്ട് നമുക്ക് തരും. ഇത് അമ്മയുടെ ഒരു വാക്കാണ്. എന്റെ കുട്ടിക്ക് അറിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നല്ല കുട്ടി, നീ പഠിച്ച കുട്ടിയല്ലേ. വാ നമുക്ക് അടുക്കളയിൽ പോവാം. വാ മെല്ലെ മെല്ലെ. കൃഷ്ണ